നമസ്കാരം. അങ്ങനെ ഒരു ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ്, അദ്ദേഹത്തിന് അറിയാൻ മേലാത്തവരായിട്ട് ചുരുക്കം ആൾക്കാരെ കാണുള്ളൂ. കാരണം ഈ ചാനൽ ചർച്ചകളൊക്കെ വേണ്ടി CPM-നൊക്കെ വേണ്ടിയിട്ട് വളരെയധികം വെള്ളം കുടിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒത്തിരി പേര് വെള്ളം കുടിപ്പിച്ചതും ഒത്തിരി വെള്ളം കുടിച്ച ഒരു മനുഷ്യനാണ് റെജി ലൂക്കോസ്. അദ്ദേഹം ഇപ്പോൾ BJP-യിൽ ചേർന്നു. അദ്ദേഹം പറയുന്നത് കുറച്ച് കാലമായിട്ട് BJP ഒരു വർഗീയ പാർട്ടിയാണെന്ന് പറയുന്നത്, പക്ഷേ എങ്കിൽ കുറച്ച് കാലമായിട്ട് തൻ്റെ പാർട്ടി നടത്തുന്ന വർഗീയ പോരാട്ടം അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹം BJP-യിൽ ചേർന്നാണ് പറയുന്നത്. ഇതിനെതിരെ വളരെയധികം വലിയ സൈബർ ആക്രമണങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും പുള്ളി എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഷാളൊക്കെ ഇട്ട് പുള്ളിയെ BJP-യിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി എനിക്ക് എന്തുമാത്രം സൈബർ ആക്രമണം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ മുഴുവൻ സംഖ്യയായിട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും പറയുന്നവരെല്ലാം സംഖ്യയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഹിന്ദുവായിട്ട് ജീവിക്കുന്നിടത്തോളം കാലം എനിക്ക് ഹിന്ദുവിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എല്ലാ ജാതിയും എനിക്ക് ഒരുപോലെ തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മളെ പറയുമ്പോൾ നമുക്ക് കൊള്ളും, അത്രയേ ഉള്ളൂ. അല്ല അതിന് മറുപടി പറയുന്നൊന്നുമല്ലാതെ അതിനകത്ത് കൂടുതൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ഹിന്ദുക്കളെ പറയുമ്പോൾ അവരെല്ലാം സംഖ്യ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഒരു സിസ്റ്റത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അങ്ങനെ ക്രിസ്ത്യാനിയായിട്ടുള്ള റെജി ലൂക്കോസ് അദ്ദേഹത്തിൻ്റെ പാർട്ടി വിട്ട് 37 വർഷത്തെ സേവനമാണ് പാർട്ടിയിലെ വിട്ടിട്ടാണ് ഇപ്പോൾ BJP-യിൽ ചേർന്നിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയാം. സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ ചെയ്യാം.